നൈറ്റ് ലൈവിൽ അപ്പോൾ അർജുനും ശ്രീതുവും സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുൻ ശ്രീതുവിനോട് പറയുന്നുണ്ടായിരുന്നു, നീ എപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ആയതെന്നൊന്നും എനിക്ക് അറിയില്ല, പ്രണയും നീയും ആയിരുന്നു ഫ്രണ്ട് ആയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ നോക്കാറൊക്കെ ഉണ്ട്, നോക്കാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ നോക്കാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അറിയാതെ തന്നെയാണ് ഫ്രണ്ട്സ് ആയതെന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ നല്ലൊരു ബോണ്ട് ഉണ്ട്, അപ്പൊ ആ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്കില്ല. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഫ്യൂച്ചറിലാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ടാസ്കോ എന്തെങ്കിലും ഡിബേറ്റോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ വഴക്കുണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ വന്നാലും നിനക്ക് എന്നോട് എന്തും വന്ന് ചോദിക്കാം, ആ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ എന്ന് വെച്ചാൽ ആ ഒരു സ്പേസ് ഒക്കെ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലെങ്കിൽ പുറത്തുനിന്നോ അകത്തുനിന്നോ ഇനി വരുന്നവരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ ഡിസ്കസ് ചെയ്ത് ക്ലിയർ ചെയ്യാം, അങ്ങനെ ഈ ബോണ്ട് തകർക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട് ശ്രീധുനോട്. പുറത്തുനിന്ന് വൈൽഡ് കാർഡ് വന്നതിന് ശേഷം നീ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഓഡിയൻസ് കാണാൻ വേണ്ടിയാണോ നീ ആയിട്ട് കൂട്ടുകൂടിയിട്ട് ഇരിക്കണേ എന്നൊക്കെ. അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അങ്ങനെയൊന്നും ആരുമായിട്ട് കണക്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടല്ല ഇങ്ങോട്ട് വന്നതെന്നും. പിന്നെ ഞാൻ ഇന്നാളപ്പം നന്ദന പറഞ്ഞല്ലോ പുറകെ അടക്കണ ആരുമൊക്കെ, ഞാൻ അങ്ങനെ പുറകെ കിടന്നാരും ശല്യം ചെയ്യുന്ന ഒരാളല്ല. അങ്ങനെ എനിക്ക് പുറകെ അടക്കുക ഇങ്ങനെ കുറെ ഒരാൾക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വേർപ്പിക്കുക ആ ഒരു സ്വഭാവം എനിക്കില്ല എന്നൊക്കെ ആയിട്ട് അർജുൻ പറയുന്നുണ്ട് ശ്രീധുവിനോട്. ഇവിടെയാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ നല്ലൊരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാമെന്നൊക്കെയുള്ള രീതിയിൽ തന്നെയാണ് ആയിട്ട് അർജുൻ ശ്രീധുവിനോട് പറയുന്നത്. അപ്പം ഇനി എന്തെങ്കിലും വഴക്കോ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണമെന്നും നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യണമെന്നൊക്കെ ആയിരുന്നു അർജുൻ ശ്രീധുവിനോട് സംസാരിച്ചത്. ആയിട്ട് അർജുൻ്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നൊക്കെ അർജുൻ പറയുകയുണ്ടായി. നീ ചുമ്മാ എന്നോട് ഫേക്ക് ആണോ എന്നൊക്കെ പറയാറില്ലേ, പക്ഷെ ഞാനങ്ങനെ ഫേക്ക് ഒന്നും അല്ല, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞാനിങ്ങനെ കളിച്ച് ചിരിച്ച് അങ്ങനെയൊക്കെ നടക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്. അപ്പം നിന്നോടാണ് ചുമ്മാ തമാശയൊക്കെ ആണെങ്കിലും കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്. പിന്നെ എനിക്ക് നിന്നോട് പൊസസീവ്നെസ് ഒക്കെ തോന്നിയിട്ടുണ്ട്, പല ഇതും എനിക്ക് തോന്നാറുണ്ട്, എന്താണെന്ന് എനിക്ക് അറിയില്ല, എനിക്കങ്ങനെ പൊസസീവ്നെസ് തോന്നാറുണ്ടെന്നൊക്കെ അർജുൻ പറഞ്ഞു. എന്നിട്ട് അർജുൻ പറയുന്നുണ്ട് ഞാനിവിടെ വേറെ ആരുമായിട്ട് അത്രയ്ക്ക് അങ്ങനെ കണക്റ്റ് ഒന്നും ആയിട്ടില്ല, അപ്പം നീ ആയിട്ടാണ് നന്നായിട്ട് കണക്റ്റ് ആയിട്ടുള്ളതെന്നും. ഞാനും ആരായാലും പുറത്ത് പോകാൻ ചിലപ്പോൾ അടിയുന്ന ദിവസങ്ങൾ നമുക്ക് അറിയില്ല ആരാ പുറത്ത് പോകുന്നത് എന്നുള്ളത്. നീയാ പുറത്ത് പോകണമെങ്കിൽ എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യും, ഞാൻ ചിലപ്പോൾ മിസ് ചെയ്യും, പക്ഷെ ഞാൻ സ്ട്രോങ് ആവാൻ ശ്രമിക്കുമായിരിക്കും, എന്നാൽ എന്തായാലും ഞാൻ മിസ് ചെയ്യും. പിന്നെ ഞാൻ അങ്ങനെ നിന്നോടാണ് ഞാൻ ഓടി വന്ന് അങ്ങനെ മിണ്ടൊക്കെ ചെയ്യുന്നത്, വേറെ ആരോട് ഞാൻ അത്ര ക്ലോസ് ആയിട്ടില്ല എന്നൊക്കെ അർജുൻ പറയുന്നുണ്ടായിരുന്നു ശ്രീധുവിനോട്. അങ്ങനെയല്ല അർജുൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ശ്രീധു അപ്പോൾ ഓക്കെ എന്ന് എന്തോ മാത്രമാട്ടോ പറയുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് അതിന് മറുപടി ഒന്നും പറയില്ല. അപ്പൊ അർജുനായിട്ട് അവിടെ കിടക്കും. അപ്പൊ കിടന്നുകൊണ്ടായിട്ട് അർജുൻ പറയും മുറ്റത്ത് ഇറങ്ങി എന്നിട്ട് വിളിച്ചു കൂവിയാൽ മതിയായിരുന്നു എന്ന് പറയൂ കേട്ടോ, കാരണം മറുപടി ഒന്നും പറയാത്തോണ്ട് എന്തെങ്കിലും ഒരു റിപ്ലൈ പറയാൻ പാടില്ല എന്നുള്ള രീതിയിലായിട്ട് അർജുൻ പറയുന്നുണ്ട് ശ്രീധുവിനോട്. ശ്രീധു പറയാണ് ഈ ഘോരഘോരം എന്താ ഞാൻ പ്രസംഗിക്കണോന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ശ്രീധു പറയും എനിക്കും അറിയില്ല അങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട്, അർജുൻ പറഞ്ഞ പോലെ എനിക്കും അറിയില്ല നമ്മൾ എങ്ങനെയാ ഫ്രണ്ട്സ് ആയെന്നും എനിക്കും അങ്ങനെയൊന്നും അറിയില്ല എന്നൊക്കെ ആയിട്ട് ശ്രീധു പറയുന്നുണ്ട്. അർജുന് കുറച്ചുകൂടി ശ്രീധു അതിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു, ഇങ്ങനെ ബോണ്ട് കീപ്പ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, പക്ഷെ ഒന്നും തന്നെ അങ്ങനെ ശ്രീധു പറഞ്ഞില്ല.